എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ള എള്ളുണ്ടയാണ്. എള്ളുണ്ടയൊക്കെ നമ്മൾ കടയിൽ നിന്നാണ് മേടിച്ച് കഴിക്കാറ്. എന്നാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ഹെൽത്തി ആയിട്ട് ഇത് വീട്ടിലുണ്ടാക്കിയെടുക്കാം. കടയിൽ നിന്ന് മേടിച്ച് കഴിക്കുന്നേക്കാളും ടേസ്റ്റി തന്നെ നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാം. ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് എന്ന് നമുക്ക് നോക്കിയാലോ. ഇവിടെ ഞാനൊരു ബൗളിലോട്ട് 200 ഗ്രാം കറുത്ത എള്ള് ഇട്ട് കൊടുക്കുന്നുണ്ട്. 200 ഗ്രാം എന്ന് പറയുമ്പോൾ 1 കപ്പ് എള്ളുണ്ടായിരുന്നു കേട്ടോ. ഇത് നമുക്ക് ഒരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിലോട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കാം. നല്ലതായിട്ട് ഇതിന് ഞെരടി കഴുകിയെടുക്കണം. 7-8 വെള്ളം നല്ലതായിട്ട് ഞെരടി കഴുകിയെടുക്കണം. കാരണം ഓരോ പ്രാവശ്യം കഴുകുമ്പോഴും ഇതിന് നല്ല കറുത്ത അഴുക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ 6-7 വെള്ളം നല്ലതായിട്ട് ഇതിനെ കഴുകിയെടുക്കുക. കഴുകി കഴിഞ്ഞിട്ട് ഇതിനാണെങ്കിൽ വെള്ളം പോകാനായിട്ട് ഒരു അരിപ്പയിലോട്ട് ഊറ്റിയിടാം. ഊറ്റി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഇതിങ്ങനെ വെക്കണം. അതിൽ കൂടുതൽ സമയം വെക്കരുത് കേട്ടോ, കാരണം എള്ളങ്ങ് കുതിർന്നു പോകും. ഒരു 10 മിനിറ്റ് ഇങ്ങനെ ഇരുന്നാൽ മതി. ഇതിന് വെള്ളം എല്ലാം പോയി വന്ന് കഴിയുമ്പം നമുക്കിതിനെയാണെങ്കിൽ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഞാൻ ഇവിടെ ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഫ്രൈ പാൻ നല്ലതായിട്ട് ചൂടായി വന്ന് കഴിയുമ്പം എള്ള് ഈ ഫ്രൈ പാനിലോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് തീ കൂട്ടിയിട്ട് തന്നെ ഇതിനെ ഒന്ന് വെള്ളമൊന്ന് വറ്റിച്ചെടുക്കുക. ഇതിലെ വെള്ളം എല്ലാം പോയി കഴിയുമ്പോൾ തീ മീഡിയത്തിലിട്ട് കൊടുക്കുക. എന്നിട്ട് ഈ എള്ളിനെ നല്ല രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കണം. ഇതിനെ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ കടുകൊക്കെ നമ്മൾ അടപ്പത്തിട്ടിട്ട് പൊട്ടി വരത്തില്ലേ എന്ന് പറയുന്ന പോലെ ഇതിൽ സൗണ്ട് കേട്ട് വരും. നല്ല പൊട്ടുന്ന സൗണ്ട് കേട്ട് വരും. ആ കേട്ട് വരുന്ന സമയമാകുമ്പം ഞാൻ ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ പൊട്ടുകടല എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ പൊട്ടുകടല ഇതിലോട്ടങ്ങ് ഇട്ട് കൊടുക്കാം. പൊട്ടുകടലോട് ഇട്ട് കൊടുത്ത് ഒരു 30 സെക്കൻഡ് വരെ ഇതിനെ ഒന്ന് ഇളക്കിയെടുക്കുക. പൊട്ടുകടലിലേക്ക് പകരം നിങ്ങൾക്ക് കപ്പലണ്ടി ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. അതല്ലെങ്കിൽ അണ്ടിപ്പരിപ്പ് ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതിവിടെ 30 സെക്കൻഡ് ഫ്രൈ ആയി എടുത്തിട്ടുണ്ട്. ഇതിനെ നമുക്കൊരു പ്ലേറ്റിലോട്ട് അങ്ങ് മാറ്റാം. ഈ ഫ്രൈ പാനിൽ തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് അരിഞ്ഞു പോകുമേ, അതുകൊണ്ടാണ് പ്ലേറ്റിലോട്ട് ഇട്ട് കൊടുത്തത്. എന്നിട്ട് ഇതൊന്ന് നിരത്തി വെക്കാം. ഇതൊന്ന് തണുത്ത് വരട്ടെ. ഇത് തണുത്ത് വരുന്ന സമയം കൊണ്ട് നമുക്കൊരു ശർക്കര പാനി റെഡിയാക്കിയെടുക്കാം. അതിന് വേണ്ടി ഒരു പാത്രത്തിലോട്ട് 1/2 കപ്പ് ശർക്കര ഞാൻ ഇവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. 1 കപ്പ് എള്ളിന് 1/2 കപ്പ് ശർക്കര, ഇതാണ് കണക്ക് കേട്ടോ. ഇതിലോട്ട് 1/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്ത് നമുക്കിതിനെ ഒന്ന് ഉരുക്കിയെടുക്കണം. ഇത് നല്ലതായിട്ട് ഇതൊന്ന് അലിഞ്ഞ് ഒന്ന് ഉരുകി വരണം. ഇത് ഉരുകി വന്നു കഴിയുമ്പോൾ നമുക്കിത് സ്റ്റൗവിൽ നിന്ന് മാറ്റാം. ഇവിടെ ഞാൻ ഒരു വിസ്താരമുള്ളൊരു ഫ്രൈ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് ഈ ശർക്കര പാനി അങ്ങ് അരിച്ചൊഴിക്കാം. ഇതിൽ കല്ലോ പൊടിയോ ഉണ്ട് പോകാനായിട്ടാണ് അരിച്ചൊഴിച്ചത്. ഇനി നമുക്ക് ഈ ശർക്കര പാനി നല്ലതായിട്ടൊന്ന് ഉരുക്കിയെടുക്കണം. ഒരു നൂൽപ്പരുവില്ലേ, ആ ഒരു പരുവാക്കിയെടുക്കണം. അതായോ എന്നറിയാൻ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുക്കുക. ഇട്ടതൊന്ന് ഇറ്റിച്ചു കൊടുക്കുക. ഇത് താഴെ പോയിട്ട് ഇതുപോലെ കട്ടിയായി കിടക്കണം. നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ എടുക്കുന്ന സമയത്ത് നല്ല കട്ടിക്ക് നമുക്കിങ്ങനെ ഉരുട്ടിയെടുക്കാൻ പറ്റണം. ആ ഒരു പരുവം ആവുമ്പോഴാണ് ഇത് നല്ല ശർക്കര പാനി നല്ല ഉരുനൂൽ പരുവം ആയി എന്നറിയുന്നത്. കണ്ടില്ലേ, ഇങ്ങനെ ഉരുട്ടിയെടുക്കുമ്പോൾ നല്ല ബോൾ പോലെ ഇങ്ങനെ ഉരുട്ടിയെടുക്കാൻ പറ്റണം. ഈ സമയം ഞാൻ തീ ഫുൾ കുറച്ചാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. ഈ ഒരു പരുവം ആകുന്ന സമയത്ത് ഞാൻ ഇതിലോട്ട് 1/2 ടീസ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടെ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലതായിട്ട് ഇളക്കി ഇതിനെ അങ്ങ് മിക്സ് ചെയ്യാം. ഇത് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന എള്ളുണ്ടല്ലോ, അത് ഇതിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലതായിട്ട് ഇളക്കി മിക്സ് ചെയ്യാം. ഈ സമയത്ത് തീ ഓഫ് ചെയ്യല് കേട്ടോ. ഫുൾ തീ കുറച്ച് തന്നെയാണ് വെച്ചിരിക്കുന്നത്. ഇത് നല്ല രീതിയിൽ എല്ലായിടും മിക്സായി കഴിഞ്ഞിട്ട് മാത്രം തീ അങ്ങ് ഓഫ് ചെയ്യുക. എന്നിട്ട് ഇതൊന്ന് തണുക്കാനായിട്ട് വെക്കുക. പിന്നെ ഇത് നല്ലതായിട്ട് തണുത്ത് പോകരുത്. ചൂടോടുകൂടി തന്നെ വേണം നമുക്കിതിനെ എള്ളുണ്ടയായിട്ട് ഉരുട്ടിയെടുക്കാനായിട്ട്. അതല്ലെങ്കിൽ നമുക്കിതിനെ ഉരുട്ടിയെടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് കൈ പിടിക്കുന്ന ആ ഒരു ചൂട് വേണം. അപ്പോൾ കുറച്ച് ചൂട് പോകാനായിട്ട് ഇതിനെ മാറ്റി വെക്കുക. ഇപ്പോൾ ഇവിടെ എൻ്റെ ചൂടൊക്കെ ഒന്ന് പോയി വന്നിട്ടുണ്ട്. എന്നാലും അത്യാവശ്യം നല്ല ചൂട് തന്നെയുണ്ട് കേട്ടോ. ഇത് തണുത്ത് വരുമ്പോഴത്തേക്കിങ്ങനെ കട്ടിയായിട്ട് വരുമേ. അപ്പോൾ സ്പൂണും കൊണ്ട് നമ്മൾ ഈ കട്ടയൊക്കെ ഒന്ന് ഉടച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് കയ്യിലോട്ട് കുറച്ച് നെയ്യ് തേച്ച് കൊടുക്കുക. കയ്യിലോട്ട് നെയ്യ് തേച്ച് കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്കിതിൽ സ്പൂണും കൊണ്ട് തന്നെ 1 സ്പൂൺ ഇതുപോലെ കയ്യിലോട്ട് എടുക്കാം. എന്നിട്ട് കൈ കൊണ്ട് നല്ല അമർത്തിയിട്ട് നമുക്കിതിനെ ഉണ്ടയാക്കി എടുക്കണം. കാരണം ചൂടോട് കൂടി തന്നെയാണ് നമ്മളിത് ഉണ്ടയാക്കി എടുക്കുന്നത്. കൈ അതുകൊണ്ട് പൊള്ളാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ചൂട് കൈ പിടിക്കാൻ പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അമ്മമാരെ കൊണ്ടോ ഇങ്ങനെ ചൂട് കൈ പിടിക്കാൻ പറ്റുന്ന ആൾക്കാരെയും കൊണ്ട് ഇത് ഉരുട്ടിയെടുപ്പിക്കുക കേട്ടോ. അതല്ലെങ്കിൽ കൈ പൊള്ളാനായിട്ട് ചാൻസ് ഉണ്ട്. ചൂടോടുകൂടി തന്നെ നല്ലതായിട്ട് ഇതിനെ ഉരുട്ടിയെടുക്കാം. കണ്ടില്ലേ, ഞാനിപ്പോൾ നല്ല ഷേപ്പിൽ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ചൂട് പോയി കഴിഞ്ഞാൽ നമുക്കിതിനെ ഉരുട്ടിയെടുക്കാൻ പറ്റത്തില്ലേ. ഇത് എള്ളായിട്ട് അങ്ങ് സെപ്പറേറ്റ് മാറും. ആ സമയമാകുമ്പോൾ നിങ്ങൾ ഇതിനെ സ്റ്റൗവിലോട്ട് ഒന്നും കൂടെ സ്റ്റൗ ഓണാക്കി വെച്ച് കൊടുക്കുക. എന്നിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക. ചൂടാക്കി കഴിയുമ്പോൾ പിന്നെ ഇതിനെ ഉരുട്ടിയെടുക്കാൻ പറ്റും. കാരണം നമ്മൾ കുറേ ഇങ്ങനെ ഉരുട്ടിയെടുത്ത് കഴിയുമ്പോഴത്തേക്ക് ബാക്കിയെല്ലാം തണുത്ത് പോകും. എന്നിട്ട് ഞാൻ പറഞ്ഞ പോലെ സ്റ്റൗ ഒന്ന് ഓണാക്കി കൊടുത്ത് ഒന്ന് ചൂടാക്കി എടുത്താൽ മതിയേ. എല്ലാം ഞാൻ ഇതുപോലെ ഉരുട്ടി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്.
ഒരു കപ്പ് എള്ളിൽ എനിക്ക് 27 എള്ളുണ്ടയാണ് കിട്ടിയത് കേട്ടോ. അപ്പോൾ ഒത്തിരി വലിയ എള്ളുണ്ടയല്ല, ചെറിയ ഉള്ളുണ്ടയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. കടയിൽ നിന്നൊക്കെ നമ്മൾ മേടിക്കുന്നേക്കാളും നല്ല ടേസ്റ്റോട് കൂടി തന്നെയാണ് കേട്ടോ നമുക്കിത് കിട്ടിയിരിക്കുന്നത്. നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല കട്ടിക്ക് തന്നെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഈ ഉണ്ടാക്കി എടുത്ത് കഴിയുമ്പോൾ ചെറുത് സോഫ്റ്റായിട്ട് തോന്നിക്കും, ഇരുന്ന് കഴിയുമ്പം നല്ലതായിട്ട് കട്ടിയാവും കേട്ടോ. ഇത് 1-2 മാസം വരെ കേടാവാതെ നിങ്ങൾക്ക് വെളിയിൽ തന്നെ സൂക്ഷിക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക, നിങ്ങളുടെ ഫാമിലിയോട്ടും ഫ്രണ്ട്സിലോട്ടൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. നമുക്കിനി ഒരു പുതിയ വീഡിയോയുമായിട്ട് അടുത്ത ദിവസം കാണാം.